പക്ഷെ എനിക്കിപ്പോൾ വേറെ കാര്യം, നമ്മൾ കുറേ രാഷ്ട്രീയം സംസാരിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഈ BJP-യോടൊപ്പം വരുന്നു, പകുതി മനസ്സ് BJP ആണെന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ രാമായണ മാസമൊക്കെ വരുമ്പോൾ രാമായണം വായിക്കുന്ന ഒരു ജി സുധാകരനുണ്ട്, അതുകൂടാതെ കവിതകൾ എഴുതുന്ന ഒരു ജി സുധാകരനുണ്ട്. ഇപ്പം കവിതയും രാമായണവും ഒക്കെ എങ്ങനെയാണ് GS-ന്റെ മനസ്സിലേക്ക് ഈ കടുത്ത വിപ്ലവകാരി കർക്കശക്കാരനായ CPM നേതാവ് ഒക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ ഈ രാമായണം, ഇപ്പോൾ രാമായണം എന്ന് പറഞ്ഞാൽ ആളുകളെ ഓടിച്ചിട്ട് തല്ലുന്ന കാലമാണ്. അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. രാമായണം എന്ന് പറഞ്ഞാൽ, രാമൻ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലത്ത് അങ്ങ് രാമായണം കൃത്യമായി വായിക്കുന്നുണ്ട്. ഇതെങ്ങനെ പറ്റും? ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും രാമായണവും തമ്മിൽ ചേരുമോ? ഞങ്ങളുടെ നാട്ടിൽ രാമായണം വായിക്കുന്ന ആരും തല്ലാറില്ല, ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. രാമായണം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായൊരു സാഹിത്യകൃതിയാണ്. മലയാള ഭാഷയുടെ ഒറിജിനാലിറ്റി തമിഴിൽ നിന്നും മലയാളത്തെ അടർത്തിയെടുത്ത് സംസ്കൃത ജടിലമായ മലയാള ഭാഷയിലെ പദങ്ങളൊക്കെ മാറ്റി ആവശ്യമുള്ള പദങ്ങൾ നിലനിർത്തി പച്ച മലയാളം, ഉത്തമ മലയാളത്തെ, എന്നാൽ സംസ്കൃത പദങ്ങളൊക്കെ ഇടയ്ക്കുണ്ട്. ആകെ ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥം സാഹിത്യം, സംഗീതം, ഭാഷ, ഇതിൻ്റെ എല്ലാം ഒരു സമ്മേളനമാണ് ആ പുസ്തകം. ആ പുസ്തകം വായിച്ചുകൊണ്ടാണ് ഞാൻ കുട്ടിക്കാലം പോലെ വായിക്കും. എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ മറ്റ് വീടുകളിൽ പോയി വായിക്കാൻ പൈസ ഒന്നും വാങ്ങൂല. ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടെന്താ, അതുകൊണ്ട് ഞാൻ രാമക്ഷേത്രങ്ങളിലൊന്നും പോയി തൊഴാനും പൂജിക്കാനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പം ഒന്നാമത് അറിവുള്ളവരില്ല. ഇല്ല, ഞാൻ ശബരിമല ദേവസ്വം മന്ത്രിയല്ലോ, ശബരിമല പോകണ്ടേ? ആർക്കെങ്കിലും വല്ല തക്കം ഉണ്ടായിട്ടുണ്ടോ? ഗുരുവായൂരിൻ്റെ മന്ത്രിയല്ലായിരുന്നോ ഞാൻ? ഗുരുവായൂരിലെ വാട്ടർ സപ്ലൈ സ്കീം ഞാനല്ലേ ശരിയാക്കിയത്. വല്ലവർക്കും വല്ല തക്കം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അവിടെ പോയി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ താണു വീണ് വണങ്ങിയില്ലല്ലോ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ. കാരണം ഞാനങ്ങനെ ചെയ്താൽ ഞാനൊരു കള്ളനാണ്. ഇന്നലെ വരെ ഞാൻ ചെയ്യാത്തത് മന്ത്രിയായതുകൊണ്ട് കള്ളത്തരം കാണിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ബഹുമാനപൂർവ്വം ഇങ്ങനെ അവിടെ വന്നു. ഞാൻ ശബരിമല അങ്ങനെ തന്നെ വന്നു. ഞാൻ വേറെ ദേവസ്വം മന്ത്രിമാർ ഇങ്ങനെ തൊഴുന്ന കണ്ടിട്ടില്ല, അതുവരെ അവർ തൊഴുതിട്ടില്ലല്ലോ. അതൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാം, അന്തസ്സായി നിൽക്കുക, ആരും നമ്മളെ ചോദ്യം ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. രാമായണം എന്ന് ഉത്കൃഷ്ടമായിട്ട് ഗ്രന്ഥമാണ്. മലയാള ഭാഷ അറിവ് വേണേ വായിക്കണം. മലയാള ഭാഷയിൽ നിങ്ങൾക്ക് അറിവ് വേണേ വായിക്കണം. രാമായണം, ഭാരതം, ഭാഗവതം, ബൈബിള്, ഖുർആൻ, ഹിസ്റ്ററിയുടെ എവരിത്തിങ്, ഇതെല്ലാം പോയട്രിയാണ്. പോയട്രിയാണ് ഭാഷയുടെ ആദ്യത്തെ സർഗാത്മക രൂപം. ഗദ്യം പിന്നെയാണ് ഉണ്ടായത്. പോയട്രിയാണ്, കവിതയിലാണ്. കവിതയല്ലേ? അതെ. മറ്റേ കൗഞ്ചമിഥനങ്ങൾ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോൾ മാനിഷാദ, അതെ, കവിതയല്ലേ അത്? അപ്പം അതേപ്പറ്റിയൊക്കെ. പിന്നെ മാർക്സിസത്തെ പറ്റി മനസ്സിലാക്കിയത്, സർവ്വ വിജ്ഞാനങ്ങളുടെയും ആരാധകരാണ് മാർക്സിസ്റ്റുകാർ. ഇന്നത് വായിക്കരുത്, ഇന്നത് വായിക്കണമെന്ന് മാർക്സിസം പറയരുത്, എല്ലാം വായിക്കണം. ഹിറ്റ്ലറെ പറ്റി അറിയണമെങ്കിൽ അയാളുടെ ആത്മകഥയായ മീൻ ഗാഫ് വായിക്കണ്ടേ? മീൻ ഗാഫ് എൻ്റെ ലൈബ്രറിയിൽ ഇരിപ്പുണ്ട്. വായിച്ചാൽ എത്ര പേരുണ്ട്? ഹിറ്റ്ലറെന്ന് പറയുന്നു. അവിടെ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? വായിച്ചാൽ എത്ര പേരുണ്ട് കേരളത്തിൽ? KV തോമസ് വായിച്ചിട്ടുണ്ടോ? പ്രൊഫസറാണല്ലോ, വായിച്ചിട്ടുണ്ടോ? ഞാനത് വായിക്കാൻ മാത്രം വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. കാരണം അയാളുടെ ക്രൗര്യം, അയാൾ എങ്ങനെയാണ് മാസിനെ ഇളക്കുന്നത്, ഒരു ഫിലോസഫി മനസ്സിൽ വെച്ചിട്ട്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം വായിക്കണം. കാർൽ മാർക്സ് തന്നെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെറിയ പുസ്തകമാണ്, പക്ഷേ എല്ലാ വലിയ പുസ്തകങ്ങളുടെയും പുസ്തകമാണ്. ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം ബൈബിളിനെ പറ്റി പറയുന്നു, അദ്ദേഹം ഷേക്സ്പിയറെ പറ്റി പറയുന്നു, പൂർവ്വകാല റിലീജിയസ് ലിറ്ററേച്ചറിനെ പറ്റി പറയുന്നു. അതൊക്കെ വായിച്ചുകൊണ്ടല്ലേ. ലണ്ടൻ ലൈബ്രറിയിൽ ഇരുന്ന് രാപകൽ ആരോഗ്യം കളഞ്ഞ് ഭക്ഷണമില്ലാതെ വായിച്ച് അദ്ദേഹം മരിച്ചത്. പട്ടിണി കിടന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മരിച്ചത്. ആരോഗ്യം പോയി, ഭക്ഷണമൊന്നും കഴിക്കാതെ കഠിനാധ്വാനം, ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ബൃഹത്തായ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി, മാനിഫെസ്റ്റോ എഴുതി. അപ്പം ഞാൻ പറയുന്നത്, ഇതെല്ലാം ലോകത്തു നിന്ന് വരെയുള്ള എഴുതപ്പെട്ട മുഴുവൻ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിച്ചാലാണ് മാർക്സ്. എന്നിട്ടാണ് അനലൈസ് ചെയ്തത്. ഈ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളിൽ പറയുന്നതൊന്നും തന്നെ അധ്വാനിക്കുന്നവർക്കുള്ളതല്ല. ഇത് ചൂഷകന്മാർക്കുള്ളതാണ്. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ഫ്യൂഡലിസ്റ്റുകൾക്കും മുതലാളിമാർക്കും ബൂർഷകൾക്കുമുള്ളതാണ്. അതിനെ മാറ്റിമറിക്കാൻ തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള, കൃഷിക്കാരുടെ നേതൃത്വത്തിലുള്ള പുതിയ സാമൂഹിക വ്യവസ്ഥയെ പറ്റി പറയുന്ന ഇതെല്ലാം പഠിച്ചിട്ടാണ്.
പഠിക്കാത്തവനൊന്നും ചെയ്യാനൊക്കില്ല. പഠിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാരന് സമൂഹത്തിൽ ഒരു മാറ്റവും വരുത്താനൊക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ പഠിച്ചു പോയതൊരു കുറ്റമായിട്ട് ഇപ്പോൾ കുറച്ച് മാധ്യമക്കാർ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യാനാണ്? അല്ല, എൻ്റെ വിമർശനം വളരെ സിമ്പിളാണ്. പാർട്ടിയെപ്പറ്റി പറഞ്ഞ ശരിയായ കാര്യങ്ങൾ പാർട്ടിക്ക് എതിരാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു. വേറെ വിമർശനമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവസാനം നമ്മൾ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ ജി സുധാകരനെ ഒരു രാഷ്ട്രീയക്കാരനപ്പുറത്ത് ഒരു കവി എന്ന നിലയിലും നമുക്കറിയാം. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അങ്ങയുടെ ചില കവിതകൾ, സത്യം പറഞ്ഞാൽ ഒരു കവിത എൻ്റെ മനസ്സിൽ കിടക്കുന്നത് ലാദൻ ബിൻ ലാദൻ എന്ന് പറഞ്ഞ ഒരു കവിത എഴുതി. ആ ആശയത്തിൽ അന്ന് എഴുതിയ ആ കവിതയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ? ഏത് കാലത്ത് ഉറച്ചു നിൽക്കും? എന്തുകൊണ്ടല്ല? ലാദൻ ഒരു രക്തസാക്ഷിയാണോ? ബിൻ ലാദൻ ഒരു രക്തസാക്ഷിയാണോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. കവിതയിൽ വായിച്ചു നോക്കിയോ? ആ കവിത എടുക്കാൻ വായിച്ചു എൻ്റെ ഇല്ലിപ്പം. അതിലൂടെ അങ്ങ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? നേരത്തെ പറഞ്ഞെങ്കിൽ ഞാനത് കൊണ്ടുവന്നേനെ. അതിനകത്ത് രക്തസാക്ഷിയാന്ന് എവിടെ പറഞ്ഞു? പറ. ലാദനെ ഗ്ലോറിഫൈ ചെയ്തു പോലും ഇല്ല, ലാദനെ ഗ്ലോറിഫൈ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ആ കവിത എന്തുകൊണ്ടാണ്? പറ, ലാദനെ എവിടെ ഗ്ലോറിഫൈ ചെയ്തെന്ന് പറ, ഒരു വരി പറ. എന്തുകൊണ്ടാണ് ആ കവിത എഴുതിയത്? അത് വായിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാ ഗ്ലോറിഫൈ ചെയ്തതെന്ന് പറയുക. അത് പറഞ്ഞാൽ ഞാൻ പറയാം. ലാദനെ എനിക്ക് വായിച്ചിട്ട് തോന്നിയത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു ബിൻ ലാദൻ എന്ന് പറയുന്നാൽ ഒരു ഏറ്റവും വലിയ ഭീകരതയുടെ ആൾ രൂപം. എല്ലാവരും അങ്ങനെ മനസ്സിലാക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്ന ഒരാളെ കുറിച്ച് ഒരു കവിത എഴുതി വരുമ്പോൾ അതിനെ അയാളെ ഒന്നുകൂടെ ഞാൻ ചോദിച്ചത്, അതിനകത്ത് ഏതെങ്കിലും ഒരു വരിയോ രണ്ട് വാക്കോ ഉദ്ധരിച്ച് അയാളെ ഗ്ലോറിഫൈ ചെയ്ത് തെളിയിക്കാമോ എന്ന് ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഇത് അങ്ങ് കവിത എഴുതിയ കാലം അപ്പൊ ഇപ്പൊ ഓർമ്മയില്ല. അല്ല, അതിപ്പോ ഓർമ്മയില്ല, പോട്ടെ. അല്ലേ, ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ നശിപ്പിക്കുന്ന എല്ലാവരെയും പോലെയാണ് ലാദൻ നിങ്ങളും. അതാണ് എൻ്റെ മെസ്സേജ്. എൻ്റെ മെസ്സേജ് അതാണ്. പക്ഷെ അങ്ങനെയല്ല പൊതുവിൽ ധരിക്കപ്പെട്ടത്. ഇല്ല, പൊതുവിൽ ധരിക്കപ്പെട്ടത് ഈ മാധ്യമങ്ങൾ. വായിച്ചു നോക്കിയെടുക്കണേ. വായിച്ചു നോക്കുന്ന കവിത അച്ചടിച്ചിറക്കിയിരിക്കുകയല്ലേ, പുസ്തകമല്ലേ, NBS പ്രസിദ്ധീകരിച്ചിരിക്കുകയല്ലേ. ലാദൻ ബിൻ ലാദൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ട്രാജഡിയാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അയാൾ പള്ളിക്കൂടങ്ങൾ തീവെച്ചു, പള്ളികൾ തീവെച്ചു. എൻ്റെ കവിതയാ. പള്ളിക്കൂടങ്ങൾ തീവെച്ചു, പള്ളികൾ തീവെച്ചു. പള്ളി വെച്ചാൽ മുസ്ലിം പള്ളിയല്ലേ, തീവെച്ചല്ലേ? മുസ്ലിം ഭീകരന്മാർ തന്നെ മുസ്ലിം പള്ളി കാശ്മീരിൽ തീവെച്ചില്ലേ? ഇതൊക്കെ പഠിച്ചിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ലാദന് അനുകൂലമായൊരു വരിയില്ലെന്ന് മാത്രമല്ല, ലാദൻ്റെ ഈ രാഷ്ട്രീയം കൊണ്ട് ആ കമ്മ്യൂണിറ്റി രക്ഷപ്പെടത്തില്ല. നമ്മൾ മുസ്ലിം തീവ്രവാദത്തിനെതിരായിട്ടുള്ള കവിതയാണ്. പക്ഷെ ഇവിടുത്തെ മാധ്യമക്കാർക്ക് മനസ്സിലായില്ല. ഞാനെന്ത് ലാദൻ എന്ന് കേട്ടാലുടനെ ലാദൻ